ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു. മൃഗത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പ്രാണൻ എന്നും മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ശ്വാസം എന്നും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. സകല ജീവജന്തുക്കളുടെയും പ്രാണൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസം ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്താണ് ഇവിടെ ഇയ്യോബ് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ പരമാധികാരം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആധികാരികത പ്രകൃതിയിന്മേൽ എത്രയുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം ഓരോ ദൈവ പൈതലിന് മേലും എത്രമാത്രമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ദൈവം എങ്ങനെയാണ് ഓരോരുത്തരെയും കരുതുന്നത് എന്നുള്ള ആ കരുതലിൻ്റെ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ നിയന്ത്രണം ഓരോ ജീവിയുടെ മേലും ഓരോ വ്യക്തിയുടെ മേലും എത്ര വലുതാണ്. ദൈവത്തിൻ്റെ പരിപാലനം ഓരോ വ്യക്തിയുടെ മേലും എത്ര ഉന്നതമാണ് എന്നുള്ള സത്യങ്ങൾ ഈ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധ്യമാക്കുകയാണ്.